നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ മനസ്സിലുള്ള സംശയം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത സംശയമാണ്. അപ്പോൾ ഈ സംശയം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ ഓവറോൾ എനർജി, റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സംശയം എന്താണ് അത് നോക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കും. പിന്നെ അത് ശരിയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ അത് നോക്കും. അത് കഴിഞ്ഞാൽ യെസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കും. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുമോയെന്ന്. അതല്ല നിങ്ങളുടെ സംശയം തെറ്റാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് യൂണിവേഴ്സിന് തരാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഈ റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും എടുക്കരുത് കേട്ടോ, കാരണം ഇത് പലരുടെ എനർജിയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് റീഡിംഗ് എടുക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ഈ സമയത്ത് കാർഡ് സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പം നമ്മൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം ആദ്യം. ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय भवानी ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय भवानी. ഓക്കെ, 3 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് സംസാരിക്കും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾക്കൊരു വഴികാട്ടിയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അവരുടെ ആ മെസ്സേജ്, ആ വഴികാട്ടി തരുന്ന മെസ്സേജ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾക്കത് അറിവായാലും നമ്മളത് തട്ടിക്കളയും. ഓ, തോന്നലാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും നമ്മളോട് ദൈവം സംസാരിക്കുന്നതാവാം, നമ്മളുടെ കോൺഷ്യസ് സംസാരിക്കുന്നതാവാം, മനസാക്ഷി സംസാരിക്കുന്നതാവാം. അപ്പോൾ ആ ഒരു സംസാരം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ എന്തിനെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വീണ്ടും വിചാരം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവുക, നമ്മൾ മനസ്സിലിരുന്ന് ആരോ അത് ചെയ്യരുത്, തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നമ്മളുടെ ഉള്ളിലിരുന്ന് പറയുമ്പോൾ നമ്മൾ ആ പിടിക്കാനുള്ള, ആ ഓടിച്ചിട്ട് അത് പിടിച്ചെടുക്കാനുള്ള ആ ഒരു വ്യഗ്രതയിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് വരാറുമുണ്ട്. പക്ഷെ ദൈവം വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി ഞാൻ പറഞ്ഞില്ലേ അന്ന് എന്ന് മനുഷ്യരെ പോലെ പറയില്ല, മനസ്സിലായോ? അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു തോന്നലുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ആള് പറയുന്ന എന്താണെന്ന് നിങ്ങൾ കേൾക്കുക, അത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എങ്കിൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ്, കർമ്മഫലമാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. നല്ലത് ചെയ്താൽ നല്ല കർമ്മഫലം കിട്ടും, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത കർമ്മഫലം കിട്ടും. വളരെ സിമ്പിളാണ്, മനസ്സിലായി. നമ്മളുടെ ജീവിതം നമ്മൾക്ക് തന്നെ മുമ്പോട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കർമ്മഫലം കിട്ടും. നമ്മളോട് മറ്റുള്ളവരെ എന്ത് ദ്രോഹമാണോ ചെയ്യേണ്ടാത്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ദ്രോഹം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നല്ല കർമ്മഫലം കിട്ടും കേട്ടോ.
അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. 3 കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭഗവാനെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് കാണിക്കുന്നത്. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. ഇത് പൈസസ് സോഡിയാക് സൈൻ ആണ്. അപ്പോൾ ഹാങ്ഡ് മാനെ കാണുമ്പോൾ അത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഹാങ്ഡ് മാനെ കാണുമ്പോൾ എല്ലാം തലതിരിച്ച് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നാറ്. എന്നുവെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, തലതിരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അങ്ങനെയാണ് തോന്നാറ്. പക്ഷേ ഇത് തലതിരിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ നേരെ ചെയ്യാനായിട്ടുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ഒരാൾ സ്ട്രോങ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ തെറ്റും ശരിയും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു തെറ്റ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, പെർസെപ്ഷനിലാണ് എല്ലാം തെറ്റും ശരിയും. അപ്പോൾ സ്ഥായിയായിട്ടൊരു തെറ്റും ശരിയും ഇല്ലേ ഇവിടെ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. രണ്ടുപേരുടെയും സ്നേഹം പിടിച്ച് കെട്ടുക എന്നതാണ് രണ്ടുപേരുടെ ഉദ്ദേശം. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട്, ആ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണല്ലോ, നമുക്ക് രണ്ടുപേർക്കും ഒരേ ഉദ്ദേശമാണ്, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുക, ഹാപ്പി ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായി, പക്ഷെ ഇപ്പോൾ അത് തിരിച്ചറിവായി. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നലുള്ള പോലെ. പൈസസ് സോഡിയാക് സൈൻ ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞു. പൈസസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിഹ്നം, പൈസസ് സോഡിയാക് സൈൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ 2 മീനുകളാണ്. ഒരു മീൻ ഇങ്ങോട്ടും ഒരു മീൻ ഇങ്ങോട്ടും, ഇങ്ങനെയാണ് മീൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പിടിവലി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. 2 മുഖങ്ങളുണ്ട് അവർക്ക്. ഒന്ന് നമ്മൾ കാണാത്തൊരു മുഖവും, ഒന്ന് നമ്മൾ കാണുന്ന ഒരു മുഖവും. അങ്ങനെയാണ് പൈസസിൻ്റെ കാര്യം. അപ്പോൾ ഒരാൾ കുറച്ച് വയലൻ്റ് ആണ്, മറ്റേ ആൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷനെ കുറിച്ച് അറിഞ്ഞിട്ട് വളരെ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി. അപ്പോൾ ചിലപ്പോൾ ആദ്യം എന്ത് കുന്തോങ്കിലും ആവട്ടെ, പോണ പോലെ പോട്ടെ, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, ഞാനിത് വിട്ടിട്ട് പോകും, എനിക്കിങ്ങനെ തേർഡ് പാർട്ടി കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു പിടിവലി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീണ്ടും വിചാരം ഉണ്ടായ പോലെ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, ഒരു എനർജി കാണിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊരു കാരണം ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് തോട്ട് പ്രോസസ്സിൽ. നമുക്ക് മുമ്പോട്ട് പോവാം. നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നിങ്ങളുടെ സംശയം എന്താണ് ഇവിടെ? നിങ്ങളുടെ സംശയം എന്താണ് ഇവിടെ? ഒരു ഷഫ്ലും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. നിങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറേ തെറ്റായ ധാരണകളും തെറ്റായ ചിന്തകളും തെറ്റായ ഐഡിയോളജി ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ, നിങ്ങളുടെ ഈ ഒരു കുറേ ഐഡിയോളജിയുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം എന്താ പറയുക, തടങ്കലിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണ്. എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ മേലിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണെന്നാണ്, നിങ്ങൾക്ക് അതിലൊരു ഉത്തരവാദിത്വമില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സംശയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാവരും കൂടെ അടച്ചു പൂട്ടിയിട്ടേക്ക് അല്ലേ എന്ന് പറയുന്ന ആ ഒരു എനർജി, അതാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സംശയമാണ് അതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഇപ്പം നമ്മളൊരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. ചിലപ്പോൾ അയാൾ ഭയങ്കര സുന്ദരനായിരിക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീ ഭയങ്കര സുന്ദരിയായിരിക്കാം. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളോടുള്ള പെരുമാറ്റ രീതിയിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്വയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയി, ഇനിയിപ്പോൾ എന്ത് നോക്കാനാ. പക്ഷേ ആക്ച്വലി നിങ്ങൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോകാമെന്ന്, പക്ഷെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച അയാൾ ഭയങ്കരമായിട്ട് നമ്മൾ ഉപദ്രവിച്ചാലും അയാളിൽ നിന്ന് നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അയാളെ ഉപേക്ഷിക്കില്ല. കാരണം എന്താണ്, ചില സമയത്ത് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാളെ സ്വീകരിക്കാൻ വേറെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർക്കുണ്ട്, ആരുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഞാൻ എൻ്റെ പേഴ്സണെ കൊടുക്കില്ല എന്നൊരു ചിന്ത ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് നിങ്ങളിത് പറയുന്നത്. കാരണം അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന നിങ്ങളുടെ ഈ സംശയം, നിങ്ങൾ ഇതിനകത്ത് പെട്ടുകിടക്കുകയാണെന്നുള്ള സംശയം എന്ന കാര്യം നിങ്ങളുടെ സംശയം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. നിങ്ങൾ കണ്ണടച്ചു പിടിച്ച് കാണിക്കുന്ന കാര്യം കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളൊന്ന് ചുറ്റും നടന്നു നോക്കിയാൽ അവിടെ വേലിയിൽ ഗേറ്റ് ഒന്നുമില്ല, മനസ്സിലായി, നിങ്ങൾ ചങ്ങലകളൊന്നുമില്ല, നിങ്ങൾക്കത് തുറന്ന് പോകാം എന്നത് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇത് നിങ്ങളുടെ ഒരു സംശയം മാത്രമാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ അത് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പാസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാര്യപിടുത്തമുണ്ട്. അതാണ് യൂണിവേഴ്സ് പറഞ്ഞത്. നിങ്ങളുടെ ഈ സംശയം, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി, എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാൻ പറ്റില്ല. ചില സമയത്ത് ഏറ്റവും പ്രശ്നമുള്ള സിറ്റുവേഷൻ പോലും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് മാത്രമേ അറിയുള്ളൂ. നമുക്ക് വേറൊരു സിറ്റുവേഷൻ അറിയില്ല, നമുക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാൻ അറിയില്ല. ചില സമയത്ത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഭാര്യ നല്ല ജോലിയിലിരിക്കുമ്പോൾ ഭർത്താവിനെ ഉപദ്രവിച്ചാലും പൈസ കിട്ടുന്നത് കൊണ്ട് ഭർത്താവ് മിക്കവാറും ഭാര്യ ഉപേക്ഷിക്കാറില്ല. അതുപോലെ തന്നെ സ്ത്രീകളും, ഭർത്താവ് നല്ല ജോലിയിലുള്ള ആളാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്, ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സംശയം, നിങ്ങളുടെ ഈ സംശയം, എന്നെ എല്ലാവരും ഉപദ്രവിക്കുന്നു, ഞാൻ അതിനകത്ത് പെട്ടുപോയി എന്നുള്ളൊരു സംശയം, അത് യൂണിവേഴ്സ് പറയുന്നത് ഈ സംശയം നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സംശയം, ഞാനിവിടെ പെട്ടുകിടക്കുകയാണ്. ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്താണ് കണ്ടത്. ഇനി നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം, ശരിക്കും നിങ്ങളിവിടെ പെട്ടുകിടക്കുകയാണോ അല്ലയോ, നിങ്ങളിവിടെ ട്രാപ്ഡ് ആണോ അല്ലയോ ഈ സിറ്റുവേഷനിൽ. അപ്പോൾ യെസ് ഓർ നോ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ, യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ ട്രാപ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ പക്ഷെ പൈസയാണ്. നോക്ക്, നിങ്ങളിവിടെ ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഇവിടെ ഒരു പൈസ കിട്ടി, ഒരു കോയിൻ ഈ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടോറസ് വെർഗോ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ഇത് വളരെ ഇമ്മച്യൂർഡ് ആയ എനർജിയാണ്. അപ്പോൾ ജോലിയില്ലാത്ത ഒരു സ്ത്രീയോ ജോലിയില്ലാത്ത ഒരു പുരുഷനോ ആണ് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി, ഇനി ഇതിനകത്ത് പോകാൻ പറ്റില്ല എന്ന്. കാരണം ഫിനാൻഷ്യലി നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പോകാനുള്ള ഒരു ധൈര്യമില്ല. നിങ്ങൾ ഇതിനകത്തേക്ക് പോകണമെങ്കിൽ ഇതേപോലെ നിങ്ങളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരാളെ നിങ്ങൾ കണ്ടെത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പോകാൻ പറ്റുള്ളൂ. അതും കൂടിയിട്ടാണ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പരുവപ്പെടുത്തിയേക്കാണ്, ഞാനിവിടെ പെട്ടുകിടക്കുകയാണ്, എനിക്ക് ഇതിനകത്ത് പോകാൻ പറ്റില്ല എന്ന ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. അത് വെറും സംശയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരു കാർഡ് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ സ്ട്രെങ്ത് ഇല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് സ്വയം ഇതിനകത്ത് നിന്ന് ഇറങ്ങാനുള്ള ഒരു ധൈര്യമില്ലായ്മയുണ്ട് നിങ്ങൾക്ക്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബാലൻസ് കൊണ്ടുവന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. ഈ പേഴ്സൺ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നില്ല. ഈ പേഴ്സണ് തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ട്, പക്ഷേ
ഒറ്റ ഒരു കാര്യം കൊണ്ട് ഫിനാൻഷ്യലി പേഴ്സൺ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്ത് പോവാത്തത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, ഇതാണ് ഞാൻ പെട്ട് കിടക്കുകയാണെന്ന്. അത് ശരിയാണോ? ശരിയാണ്. നിങ്ങൾ ഇതിനകത്ത് പെട്ട് കിടക്കുകയാണെന്നുള്ളത് ആ സംശയം ശരിയാണ്. പക്ഷെ കാര്യം എന്താണ്? ആ കാര്യമാണ് നമ്മൾ കണ്ടത്. നിങ്ങളിപ്പോൾ ഇതിന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ? ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. അതും യെസ് ഓർ നോ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? നോ, നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങളിത് ഡിഫെൻഡ് ചെയ്യുകയാണ്. ഈ സിറ്റുവേഷനെ നിങ്ങളൊരു ചാലഞ്ചായിട്ട് എടുത്തേക്കുകയാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആവശ്യത്തിന് പൈസയുണ്ട്. പൈസയ്ക്ക് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഇത് നോക്ക്, കിങ് ഓഫ് സ്വേർഡ്സ് ആണത്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സത്യം മനസ്സിലാക്കുന്ന, തല കൊണ്ട് ചിന്തിക്കുന്ന, മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്ന, അങ്ങനത്തെ ഒരു. പക്ഷെ ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളിവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യം നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്, പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ സിമ്പതി നിങ്ങൾക്ക് വേണം താനും. അവർ നിങ്ങളോട് എന്നാൽ ഞങ്ങൾ സഹായിക്കാം, പുറത്തേക്ക് പോകുന്നു, അത് വേണ്ട നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പോൾ മിക്കവാറും ഈ ആളുകൾ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് പലരും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നവർ നിങ്ങൾ പറയുന്ന കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട പോലെയാണ് സിറ്റുവേഷൻ. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് പൊള്ളയായ വാക്കുകളാണെന്ന് ഈ കേൾക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അത് കേട്ടിരിക്കാനും അതിൻ്റെ പുറകെ പോകാനും ആൾക്കാർക്ക് മനസ്സില്ല. കാരണം അതിനൊരു റിസൾട്ട് വരാൻ പോകുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ അവർ സഹായിക്കാൻ നോക്കിയാൽ, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ, നിങ്ങൾ ആ സമയത്ത് കാലുമാറും, അല്ലെങ്കിൽ നിങ്ങളെ മിണ്ടാതിരിക്കും അവരോട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും പറ്റില്ല, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ജ്ഞാനമാണ് ഇവിടെ. ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഗോസിപ്പ് പറയാതിരിക്കുക. നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ പക്ഷെ ആ പേഴ്സണെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതിൽ നിന്ന് മാറണം. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊരു പിടുത്തമില്ല, ഒരു അറിവില്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ അവലോകനം ചെയ്യണം. ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് മനസ്സമാധാനമാണോ വേണ്ടത്? പണമാണോ വേണ്ടത്? സ്നേഹമാണോ വേണ്ടത്? സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ടാണോ വേണ്ടത്? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അതാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങളത് തിരിച്ചറിയുക. നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുമ്പോഴും, നിങ്ങൾ ഈ പേഴ്സണോട് ഞാൻ ഉപേക്ഷിച്ച് പോകുമെന്ന് പറയുമ്പോഴും, ഈ പേഴ്സണ് വളരെ ഷുവറാണ് നിങ്ങൾ പോവില്ല എന്ന്. അതാണ് ഈ പേഴ്സണിൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുറത്തേക്ക് പോകാൻ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങൾ ആദ്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് പുറത്ത്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും സഹായിക്കും. ചിലപ്പോൾ നെയ്ബേഴ്സ് പോലും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. നിങ്ങൾ മൈൻഡ് ഗെയിംസ് ആണ് കളിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ നിങ്ങളുടെ പേഴ്സൺ അറിയാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണ്. കാരണം ആ പേഴ്സൺ ഫിനാൻഷ്യലി നിങ്ങളെ പിന്നെ സഹായിക്കില്ല, പൈസ പോലും നിർത്തിക്കളയുന്ന ഒരു പേടി നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അറിയാതിരിക്കണം എന്ന് നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, അപ്പോൾ പേഴ്സണോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേഗം അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ആ ചോദിക്കുന്ന ആൾ നാണം കെടും. മനസ്സിലായി? അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ മുമ്പിൽ നിങ്ങൾ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം നിങ്ങൾ ട്രാപ്ഡ് അല്ല. നിങ്ങൾ ട്രാപ്ഡായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ നിൽക്കാൻ.
അതാണ് ഇവിടെ യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളിവിടെ ട്രാപ്ഡ് ആണെന്നായിരുന്നു നിങ്ങളുടെ സംശയം. നിങ്ങൾ ട്രാപ്ഡ് അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യം പറയുക. നിങ്ങൾ നിങ്ങളോട് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആദ്യം നിങ്ങൾ എന്താ പറയുക, സംസാരിക്കുക. നിങ്ങളെ ഇഷ്ടമുള്ള ആരോ ഒരാളുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരാൾ. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. പക്ഷെ ആ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ ഈ പേഴ്സൺ തരുന്ന അത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളൊരു തീരുമാനം എടുക്കാത്തത്. മനസ്സിലായോ? ആ പേഴ്സൺ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാവും, പോരും നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാം. പക്ഷെ നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. കാരണം ആ പേഴ്സൺ ഫിനാൻഷ്യലി അത്ര സെക്യൂർ അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയമുണ്ട്. മനസ്സിലായി? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതൽ പൈസ ഉണ്ടായിരുന്നു, നിങ്ങളിത് എപ്പോഴേ ഇറങ്ങിപ്പോയേനെ. ഇത് നിങ്ങൾ വെറുതെ മറ്റുള്ളവരെ നുണ പറയുകയാണ് ആൾക്കാരോടും, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ആളോടും. എന്ന് വെച്ചാൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളോടും നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ പേഴ്സണോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ എക്സ്ക്യൂസും പറഞ്ഞ കുട്ടികളെ കായില്ലേ, അതല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, അവർ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞ സിറ്റുവേഷൻ അല്ലേ, ഇതിന് എങ്ങനെ ചാടിപ്പോവും, അല്ലെങ്കിൽ ഈ പേഴ്സൺ എൻ്റെ പുറകെ വരും, ഉപദ്രവിക്കും, നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഒരു ഡ്രാമ ഉണ്ടാക്കുകയാണെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് കണ്ടത് വെർഗോ പൈസസ് ഉണ്ട് ഇവിടെ, പിന്നെ ലിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, പിന്നെ ഉള്ളത് പൈസസ് ആണ്, ഹാങ്ഡ് മാൻ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ സോഡിയാക് സൈൻസ് കണ്ടത്. ചെറിയ റീഡിംഗ് ആണിത്, പക്ഷേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാളെ ശിവരാത്രിയാണ്, അപ്പോൾ നാളെ ഞാൻ റീഡിംഗ് എടുക്കില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു റീഡിംഗ് എടുത്താണ്. അപ്പോൾ ഈ റീഡിംഗ് എടുക്കാനാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ മനസ്സിലുള്ള സംശയം, അതിനെക്കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണിത്. തോന്നൽ, അതാണ് സംശയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. സോറി, അലാം അടിച്ചതാണ്. ഓം നമഃ ശിവായ. അപ്പോൾ ഓക്കെ, അതെടുത്തു ഞാൻ. താങ്ക് യു. ഇത് മറന്നില്ല, പോട്ടെ. അപ്പോൾ ഇവിടെ 1, 2, 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് പറയുന്നത് സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവനേറ്റ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നിനും സമയമില്ല, ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നിനും സമയമില്ല, വേറെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമില്ല. കാരണം ഒറ്റ കാര്യത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടിയെടുക്കുക. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ എന്താ പറഞ്ഞതിന് എനർജറ്റിക് ആവാൻ വേണ്ടി നിങ്ങളൊരു ബ്രേക്ക് എടുക്കണത്. ആ വേർഡ് എനിക്ക് വായിൽ വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, റീജുവനേഷൻ കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം എന്നാണ്. എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ അതിനകത്ത് തന്നെ മുഴുകിയിരിക്കണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ സ്വന്തം കാര്യം കൂടെ നോക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വേണം. മറ്റുള്ളവരോട് മാത്രമല്ല നമ്മളോട് ക്ഷമിക്കാനും. ചില സമയത്ത് നമ്മളോട് തന്നെ ഭയങ്കര ക്രൂരമായിട്ടാണ് പെരുമാറുക കേട്ടോ. അപ്പം നമ്മളോടും നമ്മൾ ക്ഷമിക്കണം, മറ്റുള്ളവരോടും നമ്മളോട് തെറ്റിയുന്ന മറ്റുള്ളവരോടും ക്ഷമിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വെക്കണം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രം പോരാ,
നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് അത് തിരുത്താനുള്ള ഒരു വഴിയും കൂടെ നമ്മൾ നോക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് ഹെർമിറ്റ് റിവേഴ്സ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സന്യാസിയാണ് ശരിക്കും ഹെർമിറ്റ്. അപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് പോയിരിക്കുന്ന ഒരു എനർജി, സന്യാസികൾക്ക് ജ്ഞാനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒട്ടും ജ്ഞാനമില്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് എന്ന് വരാം. അതുപോലെ തന്നെ രണ്ടുപേരും, ഈ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരോട് സംസർഗം ആഗ്രഹിക്കാത്ത ഒരാൾ. അപ്പോൾ അത് റിവേഴ്സ് വരുമ്പോൾ മറ്റുള്ളവരോട് ഇടപെട്ട് ഇനി നല്ല മീൻസ് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കണം. അല്ല അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെയാണെങ്കിൽ രണ്ടുപേരും ഷെയർ ചെയ്തും കെയർ ചെയ്തും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയുണ്ടത്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ കൊടുത്തും വാങ്ങിയും ജീവിക്കാനാണ്, അടിയല്ല, സ്നേഹം, സന്തോഷം, അതെല്ലാം ഷെയർ ചെയ്ത് ജീവിക്കാനാണ് ഇവിടെ രണ്ടുപേര് ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡെവിൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സ്വേർഡ്സും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഡിലേ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പൈശാചിക ശക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ഡെവിളിനെ ഡെവിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഡെവിൾ എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷനാണ്, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന എനർജിയാണ്. അപ്പം നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, നമ്മളെ ആവശ്യമില്ലാതെ കുഴിയിൽ ചെന്ന് ചാടാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ പറയുന്നത് ചെകുത്താൻ ഇത് കണ്ട് സന്തോഷിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ചെകുത്താൻ അതൊരു പോസിറ്റീവ് പ്ലസ്, എനിക്കൊരു പോയിന്റ് കൂടുതൽ കിട്ടി എന്നൊരു ചിന്ത. അപ്പോൾ ഈ ഡെവിൾ ഇത് കാണിക്കുന്നത് അത് ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിരുന്നവർ, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പോരുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ എന്താ പറയുക ബ്ലാക്ക് മാജിക്കുകൾ ഉണ്ടാവാം, പുറത്തുള്ള ശക്തികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിനെയൊക്കെ എന്താ പറയുക ഓവർകം ചെയ്തിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പിലേക്ക് പോകാനാണ് പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണിത്. അപ്പോൾ ആ ഡെവിളിൻ്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു ആണ് കാണിക്കുന്നത്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈയിങ് എനർജി പോലെയാണ്, എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ പേജ് ആകുമ്പോഴത്തേക്കും ഒരു യങ് എനർജിയാണത്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊടുത്തിരുന്ന, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിരുന്ന ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ എനർജി ചിലപ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അതൊരു ഡെവിൾ എനർജി ആയിരുന്നു. അത് പറഞ്ഞ കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില സമയത്ത് പണ്ടൊക്കെ, ഇപ്പോൾ അത്രയും ഇല്ലെന്ന് എനിക്ക് തോന്നാറില്ല, ഞാൻ എൻ്റെ ആൻറ്റിമാരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എത്ര പേരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് വന്ന് നിൽക്കും വീട്ടിൽ, ഇവർ ഹസ്ബൻഡും വൈഫും ജീവിക്കുന്നതിനിടയിൽ സിസ്റ്റേഴ്സ് വന്ന് പഠിക്കാൻ, കോളേജിൽ പോകാൻ, അല്ലെങ്കിൽ കുറച്ച് നാൾ വെക്കേഷന്, പക്ഷെ അവർ നല്ല പണി കൊടുക്കും. അപ്പോൾ ഈ ബ്രദേഴ്സ് കൂടുതലും അവരുടെ സിസ്റ്റേഴ്സ് എന്താണ് പറയുന്നത്, അവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ അങ്ങനെ കേൾവിയുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞതാണ് കേട്ടോ, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം നമുക്ക് പോവാം. ഓക്കെ, എടുക്കുന്നില്ല. നിങ്ങളുടെ സംശയം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ സംശയിക്കുന്നത്? രണ്ട് കാർഡ് കിട്ടി. നിങ്ങളുടെ പേഴ്സൺ ജോലിയിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, വേറെ ഒരു കാര്യത്തിലും ഈ പേഴ്സണ് ജോലി എന്ന് പറഞ്ഞാൽ വട്ടാണ് എന്ന് പറയാം. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ജോലിയിലാണ് ഈ പേഴ്സൺ എപ്പോഴും
ശ്രദ്ധ. അതുപോലെ തന്നെ ഈ പേഴ്സണ് ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ മനസ്സിലൊരു ഐഡിയൽ ഒരു പേഴ്സൺ ഉണ്ട്. എപ്പോഴും ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. നിങ്ങളും ആ പേഴ്സൻ്റെ മനസ്സിലുള്ള ആളുമായിട്ടൊരു കമ്പാരിസൺ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അതുപോലെ തന്നെ മൊണോട്ടണസ് ആയ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, മനസ്സിലായോ? എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്തില്ല, അത് ഞാൻ പറഞ്ഞതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കമ്പയർ ചെയ്യുന്ന, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. അപ്പോൾ അത് പേഴ്സൺ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു വിശ്വാസം. ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ ഒരു സംശയം. അപ്പം നിങ്ങൾ ഹാപ്പി അല്ല ഈ പേഴ്സൻ്റെ പെരുമാറ്റത്തിൽ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ പേഴ്സൻ്റെ സ്വഭാവം മാറില്ല, ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ പൈസസ് സോഡിയാക് സൈൻ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ സംശയം. നിങ്ങളുടെ പേഴ്സൺ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അത് നിങ്ങൾ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ പേഴ്സൻ്റെ സ്വഭാവം മാറില്ല. ഈ പേഴ്സൺ അതുപോലെ തന്നെ ഈ പേഴ്സൺ കൂടുതൽ സമയം ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പാഷനറ്റ് ആയ ഒരാളായിരിക്കും, നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കും. ഈ പേഴ്സൺ ഒരു റൊമാൻറ്റിക് ഫീലിങ്ങും ഇല്ലാത്ത ഒരാളാണ്, വളരെ പ്ലാനിങ്ങോടുകൂടെ മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ പൊടുന്നനെ സർപ്രൈസ് കൊടുക്കുക, പെട്ടെന്ന് നിങ്ങൾ ഓഫീസിൽ കയറി ചെല്ലുക, ഒരു സർപ്രൈസ് കൊടുക്കുക. പക്ഷേ ചില സമയത്ത് ചിലർ ഹസ്ബൻഡിനെ കാണണോ, വൈഫിനെ കാണണോ, ഗേൾ ഫ്രണ്ടിനെ കാണണോ, ബോയ് ഫ്രണ്ടിനെ കാണണോ, ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് ഓഫീസിൽ ചെന്നാൽ ചിലപ്പോൾ അവർ പൊട്ടിത്തെറിക്കും. ആര് പറഞ്ഞിട്ടാണ് ഇവിടെ കയറി വന്നത്? ഇവിടെ എൻ്റെ ഓഫീസാണ്, ആൾക്കാർ എന്ത് വിചാരിക്കും, എൻ്റെ സബോർഡിനേറ്റ്സ് എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് എങ്ങനെ ഈ പേഴ്സണെ ഈ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം എന്നറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല, റിലേഷൻഷിപ്പ്, ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒട്ടും പാഷനറ്റ് അല്ല എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. ഒരു പ്ലാനിങ്ങിലാണ് ഈ പേഴ്സൺ ജീവിക്കുന്നതെന്നാണ് നിങ്ങളുടെ മനസ്സിൽ. വെച്ചാൽ ഒരു എയിമുണ്ട്, ആ എയിമിൽ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല വീടുണ്ടാക്കണം, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ജീവിക്കാൻ മറന്നു പോകുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം നിങ്ങളിത് തുറന്ന് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ധൈര്യമില്ലാത്തത്, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഇത് വളരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ നാണം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സൺ ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ട്. ഇത് മാറില്ല, ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇത് മാറില്ല. പക്ഷെ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പേഴ്സണിൻ്റെ സ്വഭാവം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇത് നിങ്ങളുടെ സംശയമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു വേയിൽ ജീവിക്കുന്ന ആളാണ്. ഈ പേഴ്സൺ ഈ വേ ഓഫ് ലിവിങ്ങിൽ നിന്ന് ഒരു സൈഡിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയല്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ റൊമാൻറ്റിക് ഒക്കെ ആണ് കേട്ടോ. പക്ഷേ ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറേ കുട്ടികളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ വീട്ടിൽ ചിലവിന് കൊടുക്കേണ്ടി വരുന്നുണ്ടാവാം, വേറെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള ഒരാൾ, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ നിങ്ങൾ അറിയുന്നില്ല. ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ കൂടെ ജീവിക്കുന്നവരുടെ മനസ്സിൽ അവരുടെ മാനസിക നിലയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും. ചില അമ്മമാർ മക്കളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഭാര്യ എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് കൂടുന്നത്, അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് കൂടുന്നത്, സിസ്റ്റർ, ബ്രദർ, ഫാദർ, ഹസ്ബൻഡ് ഒന്നും അറിയാറില്ല. എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിയുമ്പോഴാണ് എല്ലാവരും അന്തപ്പെടുന്നത്. അയ്യോ, ഇതൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന അപ്പോഴാണ്. അപ്പം നമ്മളുടെ കൂടെയുള്ളവരെ നമ്മളൊരു ജീവിതത്തിൽ എല്ലാവരും അവരവരുടെ ലോകത്താണെന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം എല്ലാവർക്കും മൊബൈലിൽ വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും അവരുടെ ലോകത്താണ്. മനസ്സിലായോ? അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു എന്താ പറയുക, മനക്കോട്ടല്ല, എന്താ പറയുക, ഒരു മായാലോകത്തിലാണ് ആളുകൾ. ശരിയായ കാര്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല.
ഇപ്പോൾ ചില സമയത്ത് ഭർത്താവ് ഒരു ദിവസം കയറി തൂങ്ങി മരിക്കുകയാണ്. അപ്പോൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഭാര്യമാരത് ഭർത്താവിൻ്റെ വ്യത്യാസങ്ങൾ, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എല്ലാം നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നൊരു ചുറ്റും. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞാണ്. ഈ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇപ്പോൾ റൊമാൻറ്റിക് അല്ലാന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർക്ക് ഒരു കൊട്ടും പാഷനില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭക്ഷണം കഴിച്ച് കയറി കിടന്നുറങ്ങും, സംസാരിക്കാൻ പോലും സമയമില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് സംസാരിക്കാൻ 24 മണിക്കൂറും അവൾ ഫോണിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സുഖിക്കാന്നല്ല, വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്, നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഇഷ്ടംപോലെ പണിയുണ്ട്, അപ്പോൾ പക്ഷേ ഇതൊന്നും പേഴ്സൺ അറിയേണ്ട കാര്യമില്ലല്ലോ, പേഴ്സൺ ഓഫീസ് ജോലി മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ പേഴ്സണെ കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. ശരിക്കും ഈ പേഴ്സൺ വളരെയധികം റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ സന്ദർഭവശാൽ പറയുകയാണ്, കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുകയല്ല. ഇന്നലെ ഒരു കുട്ടി, ചെറിയൊരു പയ്യൻ, അവൻ്റെ വീട്ടുകാരെ മൊത്തം കുറേ പേരെ, ഫാമിലിയിലെ കുറേ പേരെ വളരെ ദാരുണമായിട്ട് കൊന്നു ആ കുട്ടി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ അച്ഛന് പോലും അറിയില്ല 70 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പറയുന്നത്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നത് അങ്ങനെയുള്ള കടമൊന്നും അവൻ്റെ മുകളിൽ വരേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും, നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പേഴ്സണ് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ആ പേഴ്സണ് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ 1 അല്ല 2 3 ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ആ പേഴ്സണ് സമയമില്ല, വീട്ടിലെത്തുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, നാളെ എഴുന്നേറ്റ് പിന്നെയും പോകണം. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ സംശയം തെറ്റാണെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ അങ്ങനത്തെ ഒരാളല്ല. ഇവിടെ റെസ്പോൺസിബിൾ പിന്നെയും കാണിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പ്രയോറിറ്റീസ്, റൊമാൻസോ അതൊന്നുമല്ല ഈ പേഴ്സൻ്റെ പ്രയോറിറ്റി. 2 അറ്റം കൂട്ടിമുട്ടിക്കുക, അതാണ് ഈ പേഴ്സൺ എത്തിച്ചു കൊടുക്കേണ്ട പൈസകൾ. ചിലപ്പോൾ ലോൺ ഉണ്ടാവും, വീട് വെച്ചതിൻ്റെ ലോൺ ഉണ്ടാവും, വണ്ടി മേടിച്ചതിൻ്റെ ലോൺ ഉണ്ടാവും, മനസ്സിലായോ? അത് കൂട്ടിമുട്ടിക്കുക. എല്ലാ മാസവും എല്ലാം അടയ്ക്കാനുള്ള, എല്ലാവർക്കും സൗകര്യപൂർവ്വം ജീവിക്കാനുള്ള ആ ഒരു പൈസ ഉണ്ടാക്കുക എന്നൊരിതിലാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. റൊമാൻസും കൊണ്ട് നടന്നാൽ കാര്യമില്ല. വീട്ടിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ റൊമാൻസ് ഒക്കെ കണ്ടം വഴി ഓടും. മനസ്സിലായി? ഈ പറയുന്ന നിങ്ങൾ പോലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ പേഴ്സൺ അതാ പറയുന്നത്, ഈ പേഴ്സൺ അറിയാം എന്താണ് പ്രയോറിറ്റി. ഈ പേഴ്സൻ്റെ പ്രയോറിറ്റി വീട്ടിൽ കൃത്യമായിട്ട് മുടക്കൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് പോകുക. അതാണ് ഈ പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് വേണ്ടത് നമുക്ക്. കാരണം യൂണിവേഴ്സ് പറഞ്ഞു അല്ല, നിങ്ങളുടെ സംശയം തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു തോന്നൽ മാത്രമാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും. ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഈ പേഴ്സൺ ഓടി നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ല എന്നാണ് യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഹെർമിറ്റ് വന്നേക്കുന്നു ഇവിടെ. നിങ്ങളുടെയൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുക, പേഴ്സൻ്റെ ജീവിതം എന്താണെന്ന് അറിയുക, കൂടുതൽ അറിയുക. അപ്പോൾ അതിന് ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫാമിലിയിൽ കല്യാണം ഉണ്ടായിരുന്നു, അവർ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല, എന്തുവാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടാവാം, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇവിടെ നിങ്ങളൊരു സോൾ സെർച്ചിങ് നടത്തുന്നത് നല്ലതാണ്. ഇവിടെ കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫൊർഗീവ്നെസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? സോൾ സെർച്ചിങ്. നമ്മളുടെ മനസാക്ഷിയെ ഒന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മളിരുന്ന് ആലോചിക്കുക, നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ആലോചിക്കണമെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഈ പുറംപൂച്ചിൽ കിടന്ന് ഓടാതെ നമ്മൾ ഈ മായാലോകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്വയം നമ്മളുടെ ജീവിതവും നമ്മളെ തന്നെയും നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നുള്ള അവലോകനവും ചെയ്യുക. മിക്ക ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരാൾ ഭയങ്കര ക്ഷമയുള്ള ആളായിരിക്കും, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് വിട്ടുകളയുന്ന ഒരു എനർജി ഉണ്ടാവാം. പക്ഷേ ആ പേഴ്സൺ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങളിലേക്ക് ആ ബുദ്ധിമുട്ടുകൾ എത്താണ്ട് നോക്കുകയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഒരു ഒരു അവലോകനം, നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള അവലോകനം നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ 3 ഓഫ് കപ്സ്, ഒരു 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് ഇവിടെ വന്നത്. ഞാൻ അത് തിരിച്ച് വിട്ടതാണ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കാറില്ല, മനസ്സിലായോ? നിങ്ങൾ ആവശ്യങ്ങൾ മാത്രമാണ് ഈ പേഴ്സണോട് പറയുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല, കുറ്റങ്ങൾ മാത്രമേ പറയുന്നു. പക്ഷേ ഈ പേഴ്സൺ ഒന്നും നിങ്ങളോട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സക്സസ്ഫുൾ ആണ് നിങ്ങളുടെ ലൈഫ്, അതാണ് നിങ്ങൾ കാണുന്നത്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ അറിവില്ലായ്മയാണ്. ഇവിടെ ഹസ്ബൻഡ് വൈഫാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇത് ഒരാളുടെ പരിശ്രമം കൊണ്ടാണ് ഈ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്കില്ല. നിങ്ങൾ മറ്റുള്ളവർ ഫ്രണ്ട് ഒരു പുതിയ എന്താ പറയുക, ഇപ്പോൾ വൈഫാണ് വർക്ക് ചെയ്യുന്നത്, ഭർത്താവ് ഹൗസ് ഹസ്ബൻഡായിട്ട് വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ മറ്റേ പുള്ളിയുടെ കല്യാണത്തിന് പോകണം, വലിയൊരു അവരെല്ലാം കൊടുക്കുന്ന ഈ സാധനമാണ്, ഇത്രയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എവിടെയൊക്കെ ഓടി നടക്കണമെന്നൊക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ല. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊരു ഒന്ന് അവലോകനം ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. വെർഗോ പൈസീസ്, ഇവിടെ വെർഗോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്, കാപ്രിക്കോൺ, വെർഗോ. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഭവാനി. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സംശയത്തിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണിത്. നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് ആണ് വേണ്ടത് ഭഗവാനെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഭഗവാനെ, ഓം നമ ശിവായ. തിരിച്ചു പോയ കാർഡൊക്കെ എടുക്കുകയാണ്. ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതാവാം, ചീത്തയാവാം. എന്ത് തന്നെയാണെങ്കിലും ഈ ചേഞ്ചിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്ന ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ ഈ വരുന്ന ചേഞ്ച് എന്താണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിംഗ് എന്ന് വെച്ചാൽ നടക്കേണ്ട സമയം, കാര്യങ്ങൾ നടക്കേണ്ട സമയം സംജാതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചേഞ്ച് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേഞ്ചസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയോ ടെൻഷൻ അടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എംബ്രേസ് ഫൊർഗീവ്നെസ്. നിങ്ങളോട് തന്നെ ക്ഷമിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാത്തിനെക്കുറിച്ചും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വരണം. അപ്പോൾ ഈ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നു, ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് ചില കാര്യങ്ങൾ നടക്കാം. അപ്പം അതുകൊണ്ടാണ് അവരോടും ഫൊർഗീവ് ചെയ്യണം, ക്ഷമിക്കണം എന്ന് പറയുന്ന. പിന്നെ യൂണിവേഴ്സൽ സൗണ്ട് ഓം ജപിക്കണമെന്ന് പറയുന്നത്. കാരണം മനസ്സിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വന്നത് കേട്ടോ ഭഗവാനെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ജഗ്ലിംഗ്.
നമ്മൾ വെയിറ്റ് നോക്കുക. പക്ഷേ ഒരു സാധനം നമുക്ക് വാങ്ങിക്കണം, രണ്ടും കൂടെ മേടിക്കാനുള്ള പൈസയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഏതാണ് ബെറ്റർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തത്. രണ്ടാമത്തത്, വളരെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. പക്ഷേ രണ്ട് സാധനവും, ഇതിലൊരു സാധനം വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറി. പക്ഷേ അത് ചെയ്യാതെ രണ്ട് കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ചുറ്റും ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ കൈവിട്ട് കളയാതെ അതെങ്ങനെയെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകണം ഈ സിറ്റുവേഷൻസ് രണ്ടും എന്ന് ചിന്തിക്കുന്ന, ഒന്ന് മറ്റേതിനേക്കാൾ ബെറ്റർ അല്ല എന്ന് മനസ്സിലുണ്ട് ഒരാളുടെ. അപ്പം അതുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അവിടെ. മദർ ഓഫ് സ്വേർഡ്സ്, പിന്നെ മജീഷ്യൻ. മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെപ്ഷനാണ്, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യാന്വേഷി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു മുഖം നോക്കാതെ കാര്യം പറയും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ആ പേഴ്സണ് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ എത്ര ക്ലോസ് ആണ് ഈ പേഴ്സൻ്റെങ്കിൽ ഈ പേഴ്സൺ മുഖത്ത് നോക്കി പറയും നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണെ ഡിസീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ കുറേ നാളായിട്ട് ഒരാൾ ഈ പേഴ്സണെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മറ്റേ ആളെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നുണ്ട്. പക്ഷേ ഈ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അത്, അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നൊരു തീരുമാനം വേണം. അപ്പം അതുവരെ ചിലപ്പോൾ ഇത് കൊണ്ടുപോകാനായിരിക്കും പ്ലാൻ. ഇനി എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് വേണം ഇതിൽ, ഏത് ചൂസ് ചെയ്യണമെന്ന് എന്നൊരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഏത് വേണം ഏത് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇവിടെ ജെമിനി സോഡിയക് സൈനാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നിങ്ങളുടെ സംശയം എന്താണ്? നിങ്ങളുടെ സംശയം എന്താണ്? നിങ്ങളുടെ സംശയം എന്താണ്? നിങ്ങളുടെ സംശയം എന്താണ്? ഭഗവാനേ, ഓം ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ സംശയം എന്താണ്? ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു വലിയൊരു മാനസിക വിഷമം വരാൻ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങൾക്കറിയാം മറ്റേ ആൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. പക്ഷെ നിങ്ങളാണ് ചതിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെയാണ് ഈ പേഴ്സൺ വഞ്ചിക്കുന്നത് എന്നാണ് ഞാനിവിടെ റീഡിങ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതുമാകാം. എന്തായാലും നിങ്ങൾക്ക് വലിയൊരു ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ നമുക്കൊരു തോന്നൽ, നമ്മൾ കുറച്ച് ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു തോന്നൽ വരും, ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ പോകുന്നു, എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ സംശയം. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തിനെ സംബന്ധിച്ചതാണ് ഈ ഹാർട്ട് ബ്രേക്ക് വരാൻ പോകുന്നത്? കോഓപ്പറേഷൻ ഇല്ല, 2 of Wands, ഡിസിഷൻ. ഈ 2 of Pentacles തന്നെയാണ് 2 of Wands ഇവിടെ. അപ്പം നിങ്ങൾ ഒരാളോട്, അടുത്തിരിക്കുന്ന ഒരാളെ ഉപേക്ഷിക്കേണ്ടി വരും, ഒരു ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും എന്നൊരു സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ഹൃദയവേദന വരും എന്നതാണ് നിങ്ങളുടെ സംശയം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ സംശയം ശരിയാണോ? നിങ്ങളുടെ മനസ്സിലുള്ള ഈ സംശയം ശരിയാണോ? യെസ്, സംശയം ശരിയാണ്. നമ്മൾ ആ ഓറക്കൽ മെസ്സേജും കണ്ടല്ലോ ഇവിടെ, ചേഞ്ചിനെ കുറിച്ചിട്ട്. വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അതൊരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അത് യെസ് ആണ് പറയുന്നത്. ഇനി ഈ യെസ്സിൻ്റെ കൂടെ ഇവിടെ വന്നേക്കുന്ന കാർഡ് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയെ പോലെയുള്ള ഒരു എനർജിയാണ്. അത് ഒരാളുടെ അമ്മയാവാം, നിങ്ങൾ രണ്ടുപേരിലെങ്കിൽ ആരുടെയെങ്കിലും അമ്മയാവാനും വഴിയുണ്ട്. വളരെ
സ്ട്രോങ് ആയ അമ്മയാണ്. വളരെ ചിലപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന, എല്ലാത്തിനും കൺട്രോൾ വെക്കുന്ന ടോറസ് ലിബ്രയാണ് സോഡിയാക് സൈൻ. എംപ്രസ് ആണ്, ചക്രവർത്തിനിയാണിത്. ഇവർ പറയുന്നതിനപ്പുറം കാര്യങ്ങൾ പോവില്ല. അപ്പോൾ 2 ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരേ മനസ്സുള്ള 2 പേരാണ്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് പറഞ്ഞാൽ പ്ലാനിങ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണർ ആവാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു തേർഡ് പാർട്ടി ആവാം. എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ആ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെന്ന് എന്തോ. അപ്പോൾ ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കാണിക്കുന്നത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയ 2 പേരാണ്. ഈ പേഴ്സണ്, ഈ എംപ്രസിന് ആകെ കൂടെ നിങ്ങളുടെ പേഴ്സണിനെ മാത്രം മതി, നിങ്ങളെ ആവശ്യമില്ല. ഇതിപ്പോൾ അമ്മയാണ് ആരുടെയെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങളെ മാത്രം മതി, അല്ലെങ്കിൽ ആ പേഴ്സണെ മാത്രം മതി, നിങ്ങളെ വേണ്ട. ഒരാളെ മതി ഈ എനർജിക്ക്, മനസ്സിലായോ? കാരണം 2 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ വേറെ അതിന് ചുറ്റുമുള്ള ആരെയും ഇവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ ഇത് അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമായിരിക്കാം, അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹമായിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റ് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളറിയാതെ അമ്മയും മകനുമായിട്ട് നടക്കുന്ന ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ അമ്മയും മകളുമായിട്ട് നടക്കുന്ന ഒരു ഗൂഢാലോചനയായിരിക്കാം ഇത്. അപ്പോൾ ഇത് നിങ്ങളുടെ പുറകിൽ നടക്കുന്ന നാടകങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയം ശരിയാണെന്നാണ് പറയുന്നത്. ഇതൊരു വല്ലാത്തൊരു പ്രശ്നം നിങ്ങളുടെ പുറകിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾ കുറച്ച് സ്മാർട്ടാണ്. അപ്പോൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും എന്തായാലും ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. യെസ്, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. നിങ്ങൾക്ക് ഇതിനെ എതിർക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ ധൈര്യം സംഭരിക്കണം. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു ചാലഞ്ച് ചെയ്യാം ആ പേഴ്സണെ. എന്ന് വെച്ചാൽ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്, അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു ഷോക്കായിട്ടാണ് നിങ്ങൾക്ക് വരുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചാലഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. യെസ്. പിന്നെ ഇവിടെ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോക്കായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഹാർട്ട് ബ്രേക്കാണ്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണേന് ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം, അതുമുണ്ട്. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഇവിടെ ഒരു ഡെവൽ എനർജി റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവരുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾക്ക് മാറാം. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സണോടുള്ള ഈ അന്ധമായ നിങ്ങളുടെ സ്നേഹം അത് നിങ്ങൾക്ക് കുറച്ച് കാരണം ഇത് വലിയൊരു ഹാർട്ട് ബ്രേക്കിലാണ് നിങ്ങൾക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും വേഴ്സ്റ്റ് ആയ കാര്യം നടക്കാൻ പോകുന്നു എന്നതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. മനസ്സിലായി? കാര്യം പിടുത്തം കിട്ടി ഇതൊരു പ്രശ്നമാവുന്നുണ്ട്, അത് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷെ കുറച്ച് സമയമെടുക്കും. വലിയൊരു ഹാർട്ട് ബ്രേക്കാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഹാർട്ട് ബ്രേക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി, ധൈര്യം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്. നിങ്ങൾ ഡിസിഷൻ എടുക്കണം, ബാലൻസ് ചെയ്യാൻ നോക്കണം. ഈ 2 ഓഫ് പെന്റക്കിൾ ഇത് വന്ന എല്ലാ റീഡിങ്ങിലും, ഈ ഓവറോൾ എനർജിയിൽ വന്ന കാർഡ് റീഡിങ്ങിലും വരുന്നുണ്ട്. മനസ്സിലായോ? അതാണ് എനിക്കൊരു അതിശയമായി. ഈ ഒരു ഓവറോൾ വന്ന കാർഡ് അത് പിന്നെ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചല്ലോ നമ്മൾ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തയ്യാറെടുക്കുക എന്നാണ് പറയുന്നത്. ബാലൻസിങ് ഡിസിഷൻ. മനസ്സിലായോ? നിങ്ങൾ ഈ സിറ്റുവേഷനോട് ആക്സെപ്റ്റ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ മനസ്സമാധാനം, സ്നേഹം, ഇതൊക്കെയാണോ ഇമ്പോർട്ടൻറ്റ്? അതോ ഇവിടെ ചതിക്കപ്പെടുക, ഈ ഭയങ്കരമായി വരുന്ന ഈ ഹൃദയവേദനയാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്? മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾ ഇതിനെ ചെറുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെയാ കാർഡ് ഇമോഷണൽ കൺട്രോൾ വെക്കണം. ദാ ഇതിനകത്ത് പറയുന്നത് ഇറ്റ് മേ ബ്രിങ് ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഔട്ട്കംസ്. മനസ്സിലായോ? പക്ഷേ ഇത് യു കെ നോട്ട് അവോയ്ഡ് ഇറ്റ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ വെക്കണം, നിങ്ങൾ പൊട്ടിത്തെറിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷനോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, ഇപ്പോഴേ തുടങ്ങുക. കാരണം ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അപ്പോഴേ നിങ്ങൾക്കൊരു ടവർ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒരു ടവർ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ഇതിനെ ഈ സിറ്റുവേഷനെ ഇപ്പോഴേ ആക്സെപ്റ്റ് ചെയ്തേക്കുക. കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഷോക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആവും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ടേം പ്ലാൻ ചെയ്ത് ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അത് ഒരു ഡിവോഴ്സിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ചിലപ്പോൾ കുട്ടികളില്ലാത്തത് കൊണ്ട് മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു, മകളെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആവാം. മനസ്സിലായി? എന്തായാലും ഒരു തകർച്ചയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ ഇതിന് പ്രിപ്പയർ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ഗൈഡൻസും കൂടെ നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ചും കൂടെ ഊർജ്ജസ്വലയുമാകണമെന്നാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാതെ. കാരണം നമ്മളുടെ മനസ്സിൽ ഭയങ്കര പ്രശ്നം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡള്ളാവും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജിയൊക്കെ ഡൗൺ ആവും. അപ്പോൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെല്ലാം വിളിച്ച് സംസാരിക്കണം എന്നാണ് പറയുന്നത്. അവരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി കിട്ടാനായിട്ട്, ഒരു വരുമാന മാർഗം കിട്ടാനായിട്ടുള്ള ഒരു ഇത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണമെന്നാണ് പറയുന്നത്. പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണം. ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷോക്കിനെ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെസ്സിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്ലെയർ എനർജി 2 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഈ എംപ്രസ് അത് എന്താണ്? അത് അവരുടെ അമ്മയാണോ അതോ അതൊരു വേറെ തേർഡ് പാർട്ടിയാണോ? അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ പ്ലെയറെ കാണിക്കുന്നുണ്ട്, പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആകുക. മനസ്സിലായോ? ഒരു പേഴ്സണെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന് സ്ത്രീകൾ പൊതുവെ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട്, എന്താ പറയുക, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ ലൈഫിലേക്ക് പോയിട്ട്, ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. സ്ത്രീകൾ വിവാഹം കഴിച്ചുമ്പോൾ പിന്നെ അവരുടെ ജീവിതം ഭർത്താവ്, കുട്ടികൾ, ഭർത്താവിൻ്റെ വീട്ടുകാർ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നാറ്. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ അഭിപ്രായത്തിനോട് വിലയില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും മനസ്സിൽ അവരുടെ ഭർത്താവ്, അവരുടെ കുട്ടികൾ, പിന്നെ അവരുടെ ഫാമിലി, അവരുടെ ഭർത്താവിൻ്റെ ഫാമിലി, ഇത്രയുമാണ്. അവരുടെ ഫാമിലി പോലും പിന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും അകന്നു പോകും. നമുക്ക് ഒന്നിനും സമയമില്ല, വീട്ടുകാരോട് സംസാരിക്കാൻ സമയമില്ല, കൂട്ടുകാരോട് സംസാരിക്കാൻ സമയമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ആരുമില്ല സഹായിക്കാൻ. ആരോട് അത്രയും നാളും മിണ്ടാതിരുന്ന്, അത്രയും നാളും ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാതിരുന്ന്, മകളുടെ കല്യാണം വിളിച്ചു പോയില്ല. പക്ഷെ ഇന്ന് ചെന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്സ് നിങ്ങളിൽ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ അവരോട് പതുക്കെ ആൾക്കാരോടൊക്കെ സംസാരിച്ച് തുടങ്ങുക. നിങ്ങളുടെ ജീവിതം ഇത് മാത്രമല്ല, അതും കൂടെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരെല്ലാം കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് സീക്രട്ട് വെളിവാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള, അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു ധൈര്യം സംഭരിക്കുക. അത് നിങ്ങൾക്ക് കൂട്ടുകെട്ടുകളിൽ നിന്നേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലേ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ലിയോ, ക്യാൻസർ, ഏരീസ്, ടോറസ്, സ്കോർപ്പിയോ, കാപ്രിക്കോൺ. ഇന്നത്തെ റീഡിങ്ങിൽ കൂടുതൽ കാപ്രിക്കോൺ ആണ് വന്നത്. ടോറസ്, ലീബ്ര, ജെമിനായി, ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കണ്ടത്.
അപ്പോൾ ചെറിയ റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ശിവഭഗവാനിൽ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന എല്ലാവർക്കും ഒരു ശിവരാത്രി ആശംസകൾ. അങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറഞ്ഞത്. എനിക്ക് നാളെ നല്ല ദിവസമാണ്, ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര ഒരു ഫീലിങ്സ് ഉള്ള ദിവസമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.